നമുക്കറിയാം ഏറെ കരുതൽ വേണ്ട സമയമാണ് ഗർഭകാലം. ഉണർന്നിരിക്കുമ്പോൾ കൊടുക്കുന്ന അത്രയും ശ്രദ്ധ ഉറങ്ങുമ്പോഴും ആവശ്യമാണ്. നല്ല ഉറക്കം ഗർഭസ്ഥ ശിശുവിന് മാത്രമല്ല അമ്മയ്ക്കും വിശ്രമവും ആരോഗ്യവും ഒരുപോലെ നൽകും. എന്നാൽ ഗർഭിണികൾ എങ്ങനെയാണ് കിടക്കേണ്ടതെന്ന് പലർക്കും ഇപ്പോഴും ശരിയായ ധാരണയില്ല. സാധാരണഗതിയിൽ പല രീതിയിൽ കിടക്കുമ്പോഴാകും ഭൂരിഭാഗം പേരിലും ഉറക്കം ശരിയായി കിട്ടുക. അതേസമയം ഗർഭാവസ്ഥയിൽ ഇങ്ങനെ എല്ലാ രീതിയിലും കിടക്കുക സാധ്യമാകണമെന്നില്ല. പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ അമ്മമാരുടെ സ്ലീപ്പിംഗ് പൊസിഷനെ കുറിച്ച് നിലവിലുണ്ട്. ഗർഭകാലത്ത് ഉറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യ മാസങ്ങളിൽ മലർന്നു കിടക്കുന്നത് കൊണ്ട് വലിയ പ്രശ്നമില്ലെങ്കിലും അത് പരമാവധി ഒഴിവാക്കാനാണ് ഡോക്ടർമാർ നിർദ്ദേശിക്കാറ്. മലർന്നു കിടക്കുമ്പോൾ ശരീരത്തിലെ പ്രധാന രക്തധമനികളിലേക്ക് അമിതമായ സമ്മർദ്ദം ഉണ്ടാകുന്നു. ഇതുമൂലം ഗർഭാശയത്തിലേക്കും അതിന് പിന്നിലുള്ള രക്തക്കുഴലുകളിലേക്കും രക്തപ്രവാഹം കുറയുകയും ഉദര ശിശുവിന് ആവശ്യമായ ഓക്സിജൻ ലഭിക്കാതിരിക്കുന്നതിനും ഗർഭിണിക്ക് തലകറക്കം, ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട്, കുറഞ്ഞ രക്തസമ്മർദ്ദം, നടുവേദന, ദഹന പ്രശ്നങ്ങൾ എന്നിവയ്ക്കും കാരണമായേക്കാം. കൂടാതെ മലർന്നു കിടന്ന് ഉറങ്ങുന്നത് ജനിക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ ഭാരം കുറയ്ക്കാനും ഇടയാക്കും. കമിഴ്ന്ന് കിടക്കുന്നതും ഗർഭാശയത്തിൽ അമിതമായ പ്രഷർ ചെലുത്തുന്നുണ്ട്. ഇത് കുഞ്ഞിൻ്റെ ആരോഗ്യത്തിനെ ബാധിക്കും. അതുകൊണ്ട് തന്നെ കമിഴ്ന്ന് കിടക്കുന്നതും ഗർഭകാലത്ത് ഒഴിവാക്കുക. ഗർഭകാലത്ത് കിടക്കുമ്പോൾ എപ്പോഴും ഒരു വശം തിരിഞ്ഞു വേണം കിടക്കാൻ എന്ന് ഒരുപാട് പേര് അഭിപ്രായപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ഇടതുവശത്തേക്ക് ചെരിഞ്ഞു കിടക്കുന്നത് അമ്മയ്ക്കും അതുപോലെ കുഞ്ഞിനും ആരോഗ്യകരമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിന് പിന്നിലും പല കാരണങ്ങളുണ്ട്. നിങ്ങൾ ഇടതുവശത്തേക്ക് ചെരിഞ്ഞു കിടക്കുമ്പോൾ ഗർഭാശയത്തിലേക്കും ഗർഭസ്ഥ ശിശുവിലേക്കുമുള്ള രക്തയോട്ടം വർദ്ധിക്കുന്നു. ഒപ്പം അമ്മയുടെ ശരീരത്തിൽ നിന്നും കുഞ്ഞിന് പോഷകങ്ങൾ ലഭിക്കുന്നതിനും കുഞ്ഞിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും ഇത് സഹായകമാകും. കൂടാതെ ശരീരഭാരം ഒരു വശത്തേക്ക് കൂടുതലായി തോന്നാതിരിക്കുന്നതിനും കരൾ, വൃക്ക എന്നിവയുടെ ആരോഗ്യത്തിനുമെല്ലാം ഗുണകരമെന്ന് കരുതപ്പെടുന്നു. ഗർഭിണികൾക്കുണ്ടാവുന്ന നടുവേദന ഭേദമാകാനും ഇടത്തോട്ട് തിരിഞ്ഞുള്ള കിടപ്പാണ് ഉത്തമം. അതുപോലെ ഹൃദയത്തിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും അസിഡിറ്റി, നെഞ്ചരിച്ചിൽ തുടങ്ങിയവ ഒഴിവാക്കാനും ഇടതുവശം ചേർന്ന് കിടക്കുന്നത് സഹായിക്കും. ഗർഭിണികളുടെ സുഖമായ ഉറക്കത്തിന് തലയിണ ഉപയോഗപ്പെടുത്താം. ഒരു തലയിണ കാൽമുട്ടിനും മറ്റൊന്ന് അടിവയറിനും ഇടയിൽ വെച്ച് കിടന്നുറങ്ങാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു വശത്തേക്ക് ചെരിവ് ഉണ്ടാക്കാനും അതിനു വേണ്ട പിന്തുണ നൽകാനും തലയിണകൾക്ക് സാധിക്കും. ഒരേ പൊസിഷനിൽ ഒരുപാട് നേരം കിടന്നാൽ അവിടെ മരവിപ്പോ അല്ലെങ്കിൽ വേദനയോ അനുഭവപ്പെടുന്നത് സ്വാഭാവികമാണ്. ഇങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് എഴുന്നേറ്റ് വശം തിരിഞ്ഞു കിടക്കാതെ സാവധാനം പൊസിഷൻ മാറ്റാവുന്നതാണ്. കൃത്യമായ സ്ലീപ്പിംഗ് പൊസിഷൻ നിലനിർത്താൻ ക്ലോക്കിൽ സമയം സെറ്റ് ചെയ്ത് ശീലിക്കുന്നതും നല്ലതാണ്. അതായത് ഒരു പൊസിഷനിൽ ഇത്ര നേരം, മറ്റൊരു പൊസിഷനിൽ ഇത്ര നേരം എന്നിങ്ങനെ പ്ലാൻ ചെയ്ത് കിടക്കുക. കിടക്കുമ്പോൾ തല അല്പം ഉയർത്തി വെക്കുന്നത് നെഞ്ചരിച്ചിൽ വരാതെ സംരക്ഷിക്കും. ചെരിഞ്ഞു കിടക്കുമ്പോൾ നെഞ്ചിൻ്റെ താഴ്ഭാഗത്തായി തലയണ വയ്ക്കുന്നത് ശ്വസനം സുഗമമാക്കുന്നതിനും സുഖമായ ഉറക്കത്തിനും സഹായിക്കും. നല്ല നീളമുള്ള തലയണ വയറിനും കാൽമുട്ടിനും ഇടയിൽ വെക്കുന്നത് പൊസിഷൻ ശരിയായി നിലനിർത്തുന്നതിനും പിറകിലേക്ക് മറിഞ്ഞു പോകാതിരിക്കാനും സഹായിക്കും. ഉറങ്ങുന്നതിന് മുൻപ് ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് പിരിമുറുക്കമുള്ള ഞരമ്പുകളെ ശാന്തമാക്കാനും പെട്ടെന്ന് ഉറക്കം കിട്ടാനും നല്ലതാണ്. ഗർഭിണികൾ ഉറങ്ങുമ്പോൾ അല്പം അയഞ്ഞ വസ്ത്രം ധരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കും. ഉറങ്ങുവാൻ പോകുന്നതിന് തൊട്ടു മുൻപ് വെള്ളം കുടിക്കുന്നതിന് പകരം കുറച്ച് ഇടവേള നൽകിയതിന് ശേഷം കിടക്കാവുന്നതാണ്. കൂടുതൽ മൃദുലമായ കിടക്കയ്ക്ക് പകരം അല്പം പരുപരുത്ത കിടക്ക ഗർഭിണികൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് അവരുടെ ശരീരത്തിന് ആവശ്യമായ സപ്പോർട്ട് നൽകും. ഒരേ രീതിയിൽ ഒരുപാട് നേരം കിടക്കാതിരിക്കാനും ശ്രദ്ധിക്കണം. ഏത് കാര്യം ചെയ്യുമ്പോഴും മനസ്സിനെ ശാന്തമാക്കി നിർത്തുകയും ശ്രദ്ധയോടെ സാവധാനത്തിൽ ഓരോ കാര്യവും ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഗർഭകാലയളവിൽ രാത്രികളിലുള്ള അമ്മമാരുടെ നല്ല ഉറക്കം ഉറപ്പാക്കുക. അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യത്തിന് ഇത് വളരെ അത്യാവശ്യമാണ്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.